കൽപ്പറ്റ എം.എൽ.എ. ടി. സിദ്ദിഖ് ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു, ഈ വയനാട് ദുരന്ത ബാധിതർക്കായി വീട് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു ഡിലേ വന്നു. അദ്ദേഹം സമ്മതിച്ചു, ഡിലേ വന്നിട്ടുണ്ടെന്ന് സമ്മതിച്ചു. രാഹുൽ ഗാന്ധിയുടെ സ്വപ്നമാണ് വയനാട്ടിൽ 100 വീട് എന്നത്. അതിൽ 30 വീട് യൂത്ത് കോൺഗ്രസ് പണിയാമെന്ന് ഏറ്റതാണ്. എപ്പോഴാണ് അത്, അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അല്ല, ആ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന ഡിലേ എന്ന് പറയുന്നത്, ഇവിടെ ഈ മേഖലയുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് കുറെ കൂടി വിശദമായിട്ട് അറിയുന്നതാണ്. ഇവിടെ എല്ലാ മേഖലയിലും ഈ ഭൂമിയും ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു പ്രദേശമല്ല. ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ ഈ വീട് പ്രഖ്യാപിക്കുന്ന സമയത്ത് തുടക്കത്തിൽ നിങ്ങൾ അന്നുമുള്ള മാധ്യമപ്രവർത്തകർ എല്ലാവരും കൂടി ഉണ്ട്. അന്ന് സർക്കാർ പറഞ്ഞ സന്നദ്ധ സംഘടനകളെ എല്ലാവരും വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്തു. ആ ഘട്ടത്തിൽ പിന്നെ വാക്കാലുള്ള സംസാരങ്ങളിൽ അന്നത്തെ പിന്നെ അധ്യക്ഷനും മറ്റുള്ള ആളുകളൊക്കെ സംസാരിച്ച ഘട്ടത്തിലൊക്കെ സൂചിപ്പിച്ചിരുന്നത്, വീട് നിർമ്മിക്കാനുള്ള സ്ഥലം സർക്കാർ പ്രൊവൈഡ് ചെയ്യും, സന്നദ്ധ സംഘടനകൾ എത്രത്തോളം വീട് നിർമ്മിക്കാൻ തയ്യാറാകുന്നു അതെല്ലാം സ്വാഗതം ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഞങ്ങളെല്ലാവരും ഭവന നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. സ്വാഭാവികമായി പിന്നെ അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ ഭൂമി ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വലിയ കുറവ് സംഭവിച്ചു. അത് പിന്നെ ഇവിടുത്തെ സാങ്കേതികമായ തടസ്സങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ ഒരു ഭൂമി ഞങ്ങൾ പാർട്ടിയുടെ ഒരു ഭൂമി ഐഡന്റിഫൈ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോസസ്സുകളും മുന്നോട്ട് പോകുന്നു. 1-2 ദിവസങ്ങൾക്കകം തന്നെ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിഹരിച്ച് നിയമപരമായ സാധുതകൾ പരിശോധിച്ച് ആ ഭൂമി പാർട്ടി ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും.